നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ആഹാരം കഴിച്ചു. ഫുഡ് വളരെ മോശം, സർവീസ് അതിലേറെ മോശം എന്ന് കരുതി ഇനി ഒരിക്കലും റെസ്റ്റോറൻറ്റിൽ കയറില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. ഒന്നോ രണ്ടോ മൂന്നോ മോശം അനുഭവം വരുമ്പോൾ നമ്മൾ പൂർണ്ണമായി വിട്ടുകളയുകയല്ല, പകരം ചില കറക്ഷൻസ് നടത്തും, അല്ലേ? അതേപോലെ ജീവിതത്തിലും ചില കറക്ഷൻസ് നടത്തേണ്ട സമയമായി എന്ന് തോന്നുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഒരു മരം നടാനുള്ള ഏറ്റവും നല്ല സമയം 20 കൊല്ലം മുമ്പായിരുന്നു. അന്ന് നടന്നില്ല, സോ വാട്ട്? അടുത്ത നല്ല സമയം ഇന്നാണ്. 10 കൊല്ലം കഴിഞ്ഞല്ല, അടുത്ത ജനുവരി 1 വരെ കാത്തിരിക്കാൻ എനിക്ക് മനസ്സില്ല എന്നതല്ലേ നല്ല തീരുമാനം. താങ്കളുടെ പ്രായം 20 വയസ്സാകട്ടെ, 40 വയസ്സാകട്ടെ, 60 വയസ്സാകട്ടെ, മരം എപ്പോഴും നടാം, ഇല്ലേ? അതും 2 തരം മരങ്ങൾ. ഒന്ന് അടുത്ത 2 കൊല്ലം കൊണ്ട് ഫലങ്ങൾ തരുന്നവ, മറ്റൊന്ന് നമുക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും പ്രയോജനപ്പെടുന്നവ. നിങ്ങളുടെ കയ്യിൽ എത്ര കുറച്ച് പൈസ ഉണ്ടെങ്കിലും, എത്ര ചെറിയ തുക ഓരോ മാസവും മിച്ചം പിടിക്കാമെങ്കിലും അതിനെ 100 മടങ്ങായി, 500 മടങ്ങായി, 1000 മടങ്ങായി വളർത്താൻ എന്ത് ചെയ്യാമെന്ന് പ്രൂഫ് സഹിതം കാണിച്ചു തരാം 2 സൂപ്പർ വിജയകഥകളിലൂടെ. അടുത്ത 20-25 വർഷം കൊണ്ട് മിനിമം 1 കോടി മുതൽ 10 കോടി വരെ എനിക്ക് സമ്പാദിക്കണമെന്ന തീവ്രമായ ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? ഈ വീഡിയോ മുഴുവൻ കാണുക. മികച്ച ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഒരാളെ സാമ്പത്തികമായി എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുമെന്നതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് സാക്ഷാൽ വാരൻ ബഫറ്റ്. മോർഗൻ ഹൊസലിൻ്റെ അതിമനോഹരമായ സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിലെ 4-ാം അധ്യായമാണിത്. 15-ാം വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ വാരൻ ബഫറ്റ് എന്ന അതിസമ്പന്നന്റെ 5 ലക്ഷം കോടി ആസ്തിയുടെ 95% വന്നത് അദ്ദേഹത്തിൻ്റെ 65 വയസ്സിന് ശേഷമാണ്. ഈ ചിത്രത്തിൽ കാണുന്ന കോളേജ് അല്ലെങ്കിൽ ഇതിൽ കാണുന്ന വനിത നമ്മളിൽ പലരും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. എന്നാൽ വിക്കിപീഡിയ മുതൽ ഗൂഗിൾ വരെ നോക്കിയാൽ ഒരു കഥ വായിക്കാം. ആരെയും ആവേശം കൊള്ളിക്കുന്ന ഒരു കഥ. 1995 വരെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു വെറും സാധാരണ വനിത വിൽപത്രപ്രകാരം തൻ്റെ സമ്പാദ്യമെല്ലാം പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ് നൽകാൻ അമേരിക്കയിലെ യെഷിവ യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തപ്പോൾ ലോകം ഞെട്ടി. കാരണം ആനി ഷിബർ എന്ന ഒരു സാധാരണ സർക്കാർ ജോലിക്കാരി തൻ്റെ 45-ാം വയസ്സിൽ വെറും $20,000 തുടങ്ങിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കോളേജിന് കൈമാറുമ്പോൾ അത് 22 മില്യൺ, അതായത് 180 കോടി രൂപയായിരുന്നു. ഇതെങ്ങനെ സാധിച്ചു? ഇതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ലോകത്തിലെ 8ാമത്തെ അത്ഭുതം. ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കുകയും ഒരിക്കലും തൊടാതെ പതുക്കെ ഒരു മരം വളരും പോലെ വളരാൻ അനുവദിക്കുകയും ചെയ്യുന്ന ജാലവിദ്യ, ദ മജിക്കൽ പവർ ഓഫ് കോമ്പൗണ്ട് ഇഫക്റ്റ്. നിങ്ങൾ ഇന്ന് തുടങ്ങിക്കൂ, കോടികൾ ഉണ്ടാക്കാം എന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. എങ്ങനെ നിങ്ങൾക്ക് അതിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റും, അതായത് അതിൻ്റെ പ്രോസും കോൺസും ലളിതമായി പറഞ്ഞു തരാം. ആദ്യം എന്താണ് കോമ്പൗണ്ടിങ്? എളുപ്പത്തിൽ ഇങ്ങനെ പറയാം. നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപ ഉണ്ടെന്നിരിക്കട്ടെ. അതാണ് നമ്മുടെ ബേസ് എമൗണ്ട്. അത് 10% ഇൻട്രസ്റ്റിൽ ബാങ്കിൽ FD ഇടുകയാണെങ്കിൽ അതിന് 1 വർഷം കഴിയുമ്പോൾ 11,000 രൂപ കിട്ടും. ഇപ്പോൾ ബേസ് എമൗണ്ട് 11,000 രൂപ. ഇതേ 11,000 വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് 2-ാം വർഷം 12,100 രൂപയാവും. ഇപ്പോൾ ബേസ് എമൗണ്ട് 12,100 ആയി. അതായത് ബേസ് എമൗണ്ട് എല്ലാ വർഷവും മാറിക്കൊണ്ടിരിക്കും. ഇതാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശയുടെ മാജിക്. ഈ മാജിക് ഉപയോഗിച്ച് ചെറിയ ശമ്പളവും മറ്റു 2 യുണീക്ക് ആറ്റിറ്റ്യൂഡും കൊണ്ട് കോടികൾ സമ്പാദിച്ച എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. തീർച്ചയായും കാണുക. ഈ ഉദാഹരണത്തിൽ ഒരാൾ 10,000 രൂപ 7% പലിശയിൽ 10 വർഷത്തേക്ക് FD ഇട്ടാൽ ഏകദേശം 20,000 രൂപ കിട്ടും. എന്നാൽ 25 വർഷമായാലോ 55,000 രൂപയായി കൂടും. 35 വർഷത്തേക്ക് ഇട്ടാൽ അത് 1 ലക്ഷം ആവും. ഇവിടെ കാണേണ്ട കാര്യം 25 വർഷം കൊണ്ട് 55,000 ആയ തുക അടുത്ത 10 വർഷം കൊണ്ട് ഇരട്ടിയായി. പിന്നെ വെറും 5 കൊല്ലം കൊണ്ട് 1.5 ലക്ഷമായി. അതായത്
നേരത്തെ തുടങ്ങി എത്ര കൂടുതൽ നിലനിർത്തുന്നുവോ അത്രയും വളർച്ച. ഇനി ചൈനീസ് ബാംബു ട്രീയുടെ കഥ പോലെ ഇത് 100 വർഷം ബാങ്കിൽ കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതേ 10,000 രൂപ 7% തന്നെ പലിശയിൽ 86 ലക്ഷമായിട്ട് മാറും. ഇത് കാണിക്കുന്നത് നിങ്ങൾ 100 വർഷം ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറയാനല്ല, മറിച്ച് ഇതിൻ്റെ ഗ്രോത്ത് ടേബിൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഏകദേശം 60 വർഷം അതിൻ്റെ ഗ്രോത്ത് വളരെ ലീനിയർ ആയിരുന്നു, ഒരു നേർരേഖ പോലെ. വളർച്ച നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. ഇതാണ് പലർക്കും കാണാൻ പറ്റാത്തതും. എന്നാൽ വാറൻ ബഫറ്റിനെ പോലെയുള്ളവർ കണ്ടതും ഇതുതന്നെയാണ്. 60 വർഷം കഴിഞ്ഞപ്പോൾ അത് മുകളിലേക്ക് വളർന്നത് അതിശയിപ്പിക്കുന്ന രീതിയിലാണ്, അല്ലേ? ഇനി കയ്യിൽ 1 ലക്ഷം ഉണ്ടെങ്കിൽ അതിൻ്റെ വളർച്ച കൂടി നോക്കിയിട്ട് അടുത്തതിലേക്ക് പോകാം. 10 വർഷം കൊണ്ട് 2 ലക്ഷം, 25 വർഷം കൊണ്ട് 5.5 ലക്ഷം, 35 വർഷം കൊണ്ട് 10 ലക്ഷം, 40 വർഷം കൊണ്ട് 15 ലക്ഷം, 100 വർഷം കൊണ്ട് 86 ലക്ഷം. ഇന്നത്തെ 6% ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം നോക്കിയാൽ അന്ന് കിട്ടുന്ന പൈസയ്ക്ക് ഇന്നത്തെ വില വെച്ച് നോക്കിയാൽ പകുതി വിലയെ കാണും. അതായത് 40 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 15 ലക്ഷത്തിന് ഇന്നത്തെ 7.5 ലക്ഷത്തിൻ്റെ വിലയേ ഉണ്ടാവും. എന്നാലും ഇതിനെ ഞാൻ പോസിറ്റീവായാണ് കാണുന്നത്. കാരണം എൻ്റെ 1 ലക്ഷം 7.5 ലക്ഷമായി മാറിയില്ലേ? ഒന്നും ചെയ്തില്ല എങ്കിലോ പട്ടപൂജ്യം. ഇതാണ് വളരാൻ വേണ്ട ചിന്താഗതി. ഇനി അടുത്തത്, ദിവസം 200 രൂപ മിച്ചമുണ്ടാക്കി എല്ലാ മാസവും 6000 രൂപ വെച്ച് 7% പലിശയിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ വളർച്ച നോക്കാം. 1-ാം വർഷം 72,000 രൂപ നിക്ഷേപിച്ചു. 74,800 രൂപയായി അത് കൂടി. 10 വർഷം കഴിയുമ്പോൾ മൊത്തം 7.2 ലക്ഷം രൂപ അയാൾ ഡെപ്പോസിറ്റ് ചെയ്തു. 10.5 ലക്ഷം രൂപ തിരികെ കിട്ടും. അതായത് 3.5 ലക്ഷം രൂപയുടെ വളരെ ചെറിയ ഗ്രോത്ത്. അതേ 6,000 രൂപ 25 വർഷം നിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ 18 ലക്ഷം രൂപ നിക്ഷേപിക്കും. നമുക്ക് 30 ലക്ഷം രൂപ കൂടി 48.5 ലക്ഷം രൂപ തിരികെ കിട്ടും. എത്ര വർഷം? 25 വർഷം. ഇനി ഇവിടെയാണ് ആദ്യത്തെ മാജിക്. 25 എന്നുള്ളത് 35 വർഷത്തേക്ക്, അതായത് വെറും 10 കൊല്ലം കൂടി പോവുകയാണെങ്കിൽ നമ്മുടെ നിക്ഷേപം 25 ലക്ഷം രൂപ. പക്ഷേ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ 4 ഇരട്ടി, അതായത് 1,08 ലക്ഷം രൂപ. നോക്കുക, നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കയറിയ ഈ ചിത്രത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് 10 വർഷം നഷ്ടം 50 ലക്ഷം എന്നാണ്. എന്നാൽ ശരിയായ നഷ്ടം 50 അല്ല, 60 ലക്ഷം രൂപ. 10 വർഷം 60 ലക്ഷം നഷ്ടം. അതെ, നേരത്തെ തുടങ്ങുക, എത്ര ചെറിയ തുകയാണെങ്കിലും കൂടുതൽ കാലം നിലനിർത്തുക. അത്ഭുതം അപ്പോഴാണ് ഉണ്ടാവുന്നത്. എന്നാൽ ഇനി പറയുന്നത് ഇതിൻ്റെ തമ്പുരാനെ കുറിച്ചാണ്. ഇതേ തുക ഇതിലും കുറഞ്ഞ സമയം കൊണ്ട് ഇതിൻ്റെ പല ഇരട്ടിയാക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. 20 വർഷത്തെ നമ്മുടെ വളർച്ച നോക്കാം. 10,000 രൂപ FD ഇട്ട ഒരാളിന് അത് 10 വർഷം കൊണ്ട് 20,000 ആകും. 100% വളർച്ച. ഈ 20,000 അടുത്ത 10 കൊല്ലം കൊണ്ട് 40,000 രൂപയായി മാറും. 300% വളർച്ച. ഇനി 6,000 രൂപ എല്ലാ മാസവും RD ഇടുന്ന ഒരാൾ 7.2 ലക്ഷം നിക്ഷേപിച്ചപ്പോൾ 10 വർഷം കൊണ്ട് 10 ലക്ഷമായി. അതായത് 45% വളർച്ച. അത് 22 വർഷമാണെങ്കിൽ നിക്ഷേപം 15.8 ലക്ഷം. തിരികെ കിട്ടുന്നത് 37.7 ലക്ഷം. വളർച്ച 137%. ഞാൻ ഈ 22 വർഷം കാണിക്കുന്നത് മറ്റൊരു അവിശ്വസനീയമായ കാര്യം കാണിക്കാൻ വേണ്ടിയാണ്. ഇതുവരെ നമ്മൾ കണ്ടത് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. ഇത് മോശമല്ല എന്ന് മനസ്സിലായല്ലോ. 15-ാമത്തെ വയസ്സിൽ തുടങ്ങിയ വാറൻ ബഫറ്റിൻ്റെയും 45-ാമത്തെ വയസ്സിൽ തുടങ്ങിയ അനീഷ് ഹിബറിൻ്റെയും കഥ മറ്റൊന്നാണ്. അവർ ബാങ്കിലിട്ട് പലിശ ഉണ്ടാക്കിയവർ അല്ല, അവർ ഷെയർ മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതേ 22 കൊല്ലം കൊണ്ട് ഷെയർ മാർക്കറ്റ് എത്ര വളർച്ച നൽകും എന്നാണ്. RD അല്ല, ഒരൊറ്റ തവണ പൈസ ഇടുന്നു. അതിൻ്റെ ഗ്രോത്ത് നല്ലതാണ് എന്ന് ഉറപ്പായാൽ മാത്രം വീണ്ടും വീണ്ടും ഇട്ടാൽ മതി. ദയവായി ഈ വീഡിയോ പല തവണ കാണുക. ഓരോ പോയിന്റും നോട്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നിഫ്റ്റി 50 എന്ന ഇന്ത്യയിലെ വളരെ പ്രസിദ്ധമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്.
അതായത് ഇന്ത്യയിലെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന 50 കമ്പനികളുടെ ഇൻഡെക്സ് ഷെയറുകളിൽ മാത്രം നിക്ഷേപിക്കുന്ന വളരെ സുരക്ഷിതമായ ഒരു മ്യൂച്വൽ ഫണ്ട് പദ്ധതി. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പുതിയ ഒരാൾ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ കളികൾ അറിയാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു വഴി നിഫ്റ്റി 50 കാണിക്കുന്ന ഇൻഡെക്സ് സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുകയാണ്. എന്നാൽ ഏത് ഷെയർ വാങ്ങണമെന്നൊക്കെ അറിയാതെ അത് ചെയ്യാൻ സമയമെടുക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കാൻ പല വഴികളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. ഇത് ഏറ്റവും സേഫായ വഴി. സിറോദ പോലെയുള്ള സൈറ്റുകൾ വഴി മ്യൂച്വൽ ഫണ്ട് വാങ്ങുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ആയ കമ്പനികളിൽ നിക്ഷേപിച്ച് ലാഭമുണ്ടാക്കാൻ കഴിവുള്ള ഫണ്ട് മാനേജർമാർ നമുക്ക് വേണ്ടി അത് ചെയ്യുന്നു. നമ്മളൊന്നും നോക്കേണ്ട. 2000 മുതൽ 2022 വരെയുള്ള നിഫ്റ്റി 50യുടെ ഗ്രോത്ത് ചാർട്ടാണിത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെ ഒരു എക്സൽ ഷീറ്റിലേക്ക് എമൗണ്ട് വൈസ് മാറ്റിയിട്ടുണ്ട്. 2000-ൽ 10,000 രൂപ ബാങ്കിൽ FD ഇട്ട ഒരാളിന് 22 വർഷം കഴിഞ്ഞ് കിട്ടുന്നത് 44,300 രൂപ. ഡെപ്പോസിറ്റ് ചെയ്ത 10,000 കുറച്ചു നോക്കിയാൽ ഏകദേശം 350% ഗ്രോത്ത്. ഇനി ഇതേ കാലത്തേക്ക് 10,000 രൂപ നിഫ്റ്റി 50യിൽ ഇട്ടിരുന്നു എങ്കിൽ 78,000 രൂപയാകുമായിരുന്നു, 680%. FDയേക്കാൾ ഓൾമോസ്റ്റ് ഇരട്ടി. ഏതാണ് നല്ലത്? താങ്കൾക്ക് തീരുമാനിക്കാം. രണ്ടിലും നമ്മുടെ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് 0. ഇനി അത് 1 ലക്ഷം ആയിരുന്നു എങ്കിൽ ഏകദേശം 8 ലക്ഷമായി വളർന്നേനെ. 10 ലക്ഷം ഇട്ടിരുന്നെങ്കിലോ അത് 78 ലക്ഷമായി മാറിയേനെ. ഇനി അത് 1 കോടി ആയിരുന്നുവെങ്കിലോ അത് 8 കോടിയായി വളർന്നു, വെറും 22 കൊല്ലം കൊണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ 5,000 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതൂ. അത് 22 കൊല്ലം കൊണ്ട് 40,000-ആയി വളർന്നു. എത്ര ശതമാനം ഗ്രോത്ത്? 700%. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട 5 കാര്യങ്ങൾ. 1. എത്ര കൂടുതൽ നിക്ഷേപിക്കാമോ അത്രയും കൂടുതൽ വളർച്ച കിട്ടും. 2. വർഷം കൂടുന്തോറും വളർച്ചയും കൂടും. 3. നന്നായി പഠിച്ചു വാങ്ങിയാൽ മ്യൂച്വൽ ഫണ്ടിന് പകരം നല്ല സ്റ്റോക്ക് വാങ്ങിയിട്ടാൽ ഇടയ്ക്കിടെ നല്ല ഡിവിഡൻഡ് നൽകുന്ന ബോണസ് ഷെയറുകൾ നൽകുന്ന കമ്പനികളുണ്ട്. അവയെ നോക്കി വാങ്ങാമറിയാമെങ്കിൽ വളർച്ച ഫാസ്റ്ററാക്കാം. 4. റെഗുലറായി നിക്ഷേപിക്കുന്ന ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്താൽ ലോങ് ടൈമിൽ നമ്മൾ കരുതുന്നതിലും വളരെ വലിയ വളർച്ചയുണ്ടാക്കാം. 5. എവിടെയൊക്കെ നിയന്ത്രിക്കാമോ അവിടെയൊക്കെ ചെലവ് ചുരുക്കി കൂടുതൽ നിക്ഷേപിച്ചു കൊണ്ടിരുന്നാൽ കോടികൾ സമ്പാദിക്കാം, ആനി ഷിബർ ചെയ്ത പോലെ. എന്നാൽ ജീവിതം ഒരിക്കലും മുകളിലേക്ക് മാത്രം ഇതുപോലെ പോകുന്ന ഒരു ഗ്രാഫ് അല്ല. അവിടെ അപ്സ് ആൻഡ് ഡൗൺസ് ഒത്തിരി ഉണ്ടാവും. അതും ഗ്രാഫ് വഴി കാണിക്കാം. സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാവർക്കും ലാഭങ്ങളുടെ മാത്രം കഥയല്ല. അറിവില്ലാത്തവർക്ക് അത് നഷ്ടമേ കൊടുക്കും. 2008-ൽ ഒരു വലിയ തകർച്ച നേരിട്ടു. അതേപോലെ ചില വർഷങ്ങളിൽ മാർക്കറ്റ് താഴേക്കും മുകളിലേക്കും പോയി. 2000-ൽ നിക്ഷേപിച്ച ഒരാളിന് ആദ്യത്തെ 3 വർഷം നഷ്ടമായിരുന്നു. ഇവിടെയാണ് സാധാരണക്കാരൻ വെറും സാധാരണക്കാരനായി ചിന്തിക്കുന്നത്. ഇവിടെ നമുക്ക് സ്വയം തോന്നും, ഒപ്പം വീട്ടുകാരും കൂട്ടുകാരും പറയും, ഞാൻ അന്നേ പറഞ്ഞതാ ഇത് തീക്കളിയാണെന്ന്. ഇത് പറയുന്നവരെ ഒരു പുഞ്ചിരിയോടെ ഒഴിവാക്കി നിർത്തുക. കാരണം അവർക്കറിയില്ല നിങ്ങൾ 50 വർഷത്തേക്കുള്ള ഒരു മരമാണ് നട്ടതെന്ന്. സ്റ്റോക്ക് മാർക്കറ്റിനൊരു കോഡുണ്ട്. അത് ക്ഷമയില്ലാത്തവനിൽ നിന്നും ക്ഷമ ഉള്ളവരിലേക്ക് പണം കൈമാറുന്ന ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇവിടെ നോക്കിയാൽ 22 വർഷം കൊണ്ട് നിഫ്റ്റി 50 കൊടുത്ത ലാഭം ഏകദേശം 800%. ബാങ്ക് തന്ന ലാഭം 300%. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. അശ്രദ്ധ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ പലപ്പോഴും കൈവിട്ടുപോയ അവസരങ്ങളെക്കുറിച്ച് പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. പലപ്പോഴും നമ്മൾ വളരെ കൊതിക്കുന്ന വിജയം നമ്മുടെ കൺമുമ്പിലൂടെ മിന്നി മറഞ്ഞു പോകുമ്പോൾ അതിശയിച്ച് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നോക്കി നിന്ന് പോകാറുണ്ട്, ഇല്ലേ? നിങ്ങളുടെ വരുമാനം എന്തുമാവട്ടെ, നിങ്ങൾക്ക് 1000 രൂപയോ 10,000 രൂപയോ 1 ലക്ഷം രൂപയോ എന്താണ് കയ്യിലുള്ളത്, അതിൽ തുടങ്ങുക. എവിടെയൊക്കെ നിയന്ത്രിക്കാമോ അവിടെയൊക്കെ ചെലവ് ചുരുക്കി അടുത്ത 30-40 വർഷം കൊണ്ട് മിനിമം 5 കോടി മുതൽ 10 കോടി വരെ ഞാൻ സമ്പാദിക്കും എന്നുറപ്പിച്ച് ഓരോ ദിവസവും ഉണരുക. ചിറക് വിരിക്കാത്ത കാലത്തോളം ഒരു പക്ഷിക്ക് എത്ര പറക്കാനാവുമെന്ന് ചിന്തിക്കാൻ കഴിയില്ല. ആന തൻ്റെ യഥാർത്ഥ ശക്തി തിരിച്ചറിയാത്തതിനാൽ ആനക്കാരൻ്റെ ചെറിയ തോട്ടിക്ക് മുമ്പിൽ താണുകൊടുക്കുന്ന പോലെ മറ്റുള്ളവരുടെ വാക്കുകളിൽ തളർന്നു പോകാതെ ഞാൻ ജയിക്കാനായി ജനിച്ചവനാണ്,
എൻ്റെ വിജയകഥ ഇന്ന് ഇവിടെ തുടങ്ങുന്നു എന്ന് മനസ്സിൽ പറയുക. നിങ്ങൾ വിജയിച്ചിരിക്കും. എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ നമ്മൾ വിജയത്തിലേക്കുള്ള യാത്രയിലാണെന്നും നാളെ നമുക്കുള്ളതാണെന്നും ചിന്തിച്ചാൽ നമ്മൾ ആവേശത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിക്കില്ലേ? അതിനുള്ള വഴിയാണ് ഇന്ന് ഞാൻ കാണിച്ചു തന്നത്. ഇറ്റ് ഈസ് നോട്ട് ഓവർ അൻറ്റിൽ യു വിൻ. നിങ്ങളുടെ വിജയകഥ കേൾക്കാൻ ഞാനും കാത്തിരിക്കുന്നു. ഗുരുവും ഞാനും എന്ന ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.